നമോ നാരായണായ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദുമത വിശ്വാസത്തിൽ നിരവധി മന്ത്രങ്ങളും ശ്ലോകങ്ങളുമെല്ലാം വിവരിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ നല്ലൊരു ജീവിതത്തിനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? മന്ത്രങ്ങൾ ഒരു വ്യക്തിയെ തന്നെ മാറ്റിമറിക്കുന്നു. നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തന്നെ മന്ത്രങ്ങളെ കൊണ്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ കുറിച്ചാണ്. നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ നാവിൽ നൃത്തം ചെയ്യുന്നു എന്നാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്താണെന്നും അത് ചൊല്ലിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. കാളി സാന്തരണ ഉപനിഷത്തിൽ ഇത് പരാമർശിച്ചിട്ടുണ്ട്. 16 വാക്കുകളുള്ള വൈഷ്ണവ മന്ത്രമാണിത്. ഏതൊക്കെയാണ് ആ 16 വാക്കുകൾ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. പരമാത്മാവിൻ്റെ 3 പദങ്ങൾ ചേർന്നതാണ് ഇത്. ഹരി, കൃഷ്ണൻ, രാമൻ. വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു മഹാമന്ത്രമാണിത്. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ജപിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാണ് അത് എന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യം പറയേണ്ടത് മനസ്സിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ്. ഈ മന്ത്രം ജപിച്ചാൽ ഒരാൾക്ക് അവരുടെ മനസ്സിനെ പിടിച്ചു കെട്ടാമെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ ആഗ്രഹങ്ങൾക്കും വിശപ്പിനും നമ്മുടെ മനസ്സിന് കടന്നുകയറാൻ കഴിയുന്ന വിചിത്രമായ ചിന്തകൾക്കും അടിമകളാണ്. എന്നാൽ ഭഗവത്ഗീത പറയുന്നത് പോലെ ഒരാൾ മനസ്സിനെ ജയിക്കണം. നിയന്ത്രിക്കാനാക്കിയ മനസ്സാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. അല്ലാത്തവരുടെ മനസ്സാണ് ഏറ്റവും വലിയ ശത്രു എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ സാധിക്കാത്തതാണ്. നമുക്ക് സങ്കടങ്ങളായാലും ദുഃഖങ്ങളായാലും ആഗ്രഹങ്ങളായാലും ചില ഘട്ടങ്ങളിൽ നിയന്ത്രിക്കാനാവാത്തതാണ്. നമ്മൾ എത്രയൊക്കെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ചില വിഷമങ്ങൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ കിടക്കും. എന്നാൽ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വഴി നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കുമെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും മനസ്സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. മനസ്സമാധാനം നേടാനുള്ള, മനസ്സമാധാനം നേടിയെടുക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് തന്നെയാണ്. ഇത് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് അത് വലിയ രീതിയിലുള്ള ആശ്വാസം പകരും. ഏതൊരു സിറ്റുവേഷനിലും അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിജീവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് സ്വയം മനസ്സിലാക്കലാണ്. ഭൗതിക പ്രപഞ്ചവുമായിട്ട് നാം പരിചിതരായി തീർന്നിരിക്കുന്നു. നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ നാം മറന്നു. നാം ഭൗതികമായി തീർന്നപ്പോൾ മരണത്തെക്കുറിച്ചും വാർദ്ധക്യത്തെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമുള്ള ഭയം നമുക്കുണ്ടായി. സൗന്ദര്യം, ബുദ്ധി, ശക്തി, മറ്റ് എണ്ണമറ്റ വികാരങ്ങൾ എന്നിവ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. ഒരാൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഭൗതിക ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി ആത്മാക്കളാണ് നാം എന്ന് എല്ലാവരും മനസ്സിലാക്കും. മന്ത്രം ഒരു ശുദ്ധമായ ആത്മീയ ശബ്ദ വൈബ്രേഷനാണ്. അത് സ്വയം മനസ്സിലാക്കാനുള്ള അവബോധം വികസിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. ഇനി ഇത് ജപിക്കുന്നതിൻ്റെ അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. പങ്കിടുമ്പോൾ മാത്രമേ സന്തോഷം യഥാർത്ഥമാകൂ. എല്ലാവരും സന്തോഷത്തെ കണ്ടെത്താനുള്ള തിരക്കിലാണ്, അല്ലേ? ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത് ദൈവവുമായും ആത്മാവുമായും നമ്മുടെ ബന്ധം പങ്കിടാൻ നമ്മെ അനുവദിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സഹവാസത്തിൽ പ്രവേശിച്ച് നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കുന്നു. ഇത് ഭൗതിക സന്തോഷമല്ല എന്നത് മനസ്സിലാക്കണം. പകരം അതീന്ദ്രിയ സന്തോഷമാണ്. ഇനി അടുത്ത ഒരു കാര്യം, കർമ്മം. എല്ലാ പ്രവർത്തനത്തിനും വിപരീതവും തുല്യവുമായിട്ടുള്ള പ്രതികരണമുണ്ട്. ആത്മീയമായി അതിനർത്ഥം ചെയ്യുന്ന ഓരോ ഭൗതിക പ്രവർത്തനത്തിനും പ്രകൃതി ഒരു തത്തുല്യമായ പ്രതികരണം ചെയ്യുന്നു എന്നാണ്. ബൈബിൾ വചനം പറയുന്നുണ്ട്,
നിങ്ങൾ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നുള്ളത് അല്ലെ. നമ്മുടെ ഭൗതിക ശരീരം ഒരു കർമ്മവിധിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത് നമ്മുടെ പോസിറ്റീവ് കർമ്മം കെട്ടിപ്പടുക്കുവാൻ സഹായിക്കും. കൃഷ്ണജപം എന്നാൽ നാം അതീന്ദ്രിയ ഊർജത്തോടെ നാം ജപിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു കർമ്മവിധിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന സമയത്ത് അവർ ഭൗതിക ലോകത്ത് പുനർജനിക്കാൻ നിർബന്ധിതനാകുന്നു. അങ്ങനെ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വന്നു ചേരും. ആത്മാവ് ഒരു ശാശ്വത സത്തയാണ്. നാം ഒരു ഭൗതിക ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നു. ഭൗതികമായ ആഗ്രഹം ഉള്ളിടത്തോളം കാലം നമ്മൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് പുനർജന്മം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ജീവിത ചക്രത്തിൽ നിന്ന് സ്വയം മോചിതരാകാൻ നമുക്ക് മോക്ഷം ആവശ്യമാണല്ലേ. അനന്തമായ ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോചനം സംസാരം എന്നും അറിയപ്പെടുന്നു. നമ്മുടെ ബോധം ഭൗതിക മോഹങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകുമ്പോൾ മാത്രമേ ഇത് നേടാനായിട്ട് സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന സമയത്ത് ആത്മീയ ആഗ്രഹങ്ങളിലേക്ക് നാം സ്വയം തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ദൈവബോധത്തെ ഉണർത്തുകയും അവരുമായി നമ്മെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് മോക്ഷം നേടാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് ദൈവസാക്ഷാത്കാരവും ദൈവത്തോടുള്ള ശുദ്ധമായ സ്നേഹവും കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ ബോധം ദൈവവുമായി ഒന്നാകുമ്പോൾ നമ്മുടെ ആത്മീയ ചലനം നമ്മുടെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും ചിത്രീകരിക്കപ്പെടുന്നു. സൂര്യൻ എങ്ങനെ ചക്രവാളത്തെ സമീപിക്കുന്നുവോ അതേ ഊഷ്മളതയും പ്രകാശവും കൊണ്ട് മുൻകൂട്ടി കാണുന്നു. അതുപോലെ കലിയുഗാരംഭം മുതൽ നഷ്ടപ്പെട്ടു പോയ കൃഷ്ണനാമം നമ്മുടെ ഹൃദയത്തിൽ പുനർജീവിപ്പിക്കുകയാണ് വേണ്ടത്. ഒരാൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്ന സമയത്ത് ദൈവവുമായുള്ള ബന്ധം പുനർവികസിപ്പിച്ചെടുക്കാനും ശക്തിപ്പെടുത്താനും തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഇത് കൊണ്ടുവരും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്നത്തെ ഏറ്റവും പ്രചാരമുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത്. പതിവായിട്ട് ജപിക്കുന്നതിലൂടെ ഈ മന്ത്രത്തിന് നിരവധി മാറ്റങ്ങൾ നമ്മളിൽ വരുത്താൻ കഴിയും. മുഴുവൻ മന്ത്രത്തിലും ഭഗവാന്റെ 16 നാമങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. കലിയുഗത്തിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് സാധനയുടെയോ ആത്മീയ ശിക്ഷണത്തിൻ്റെയോ ഏറ്റവും ഉയർന്ന രൂപമാണെന്നാണ് പറയപ്പെടുന്നത്. സഹസ്ര, ആജ്ഞ, വിശുദ്ധി എന്നീ ഉയർന്ന ചക്രങ്ങളുടെയും മൂലാധാര, സ്വാധിഷ്ഠാന, മണിപൂരക എന്നീ താഴ്ന്ന ചക്രങ്ങളുടെയും സംഗമസ്ഥാനമാണ് ഹൃദയചക്രം. അതിനാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് ഉയർന്നതും താഴ്ന്നതുമായ ചക്രങ്ങളുടെ സന്തുലിതാവസ്ഥയെയും യോജിപ്പിക്കലിനെയും സൂചിപ്പിക്കുന്നു. തുളസി അല്ലെങ്കിൽ തുളസിച്ചെടിയുടെ തണ്ടുകൊണ്ട് നിർമ്മിച്ച 108 മണിമാല അല്ലെങ്കിൽ ജപമാലയിൽ 16 തവണ ദിവസവും ജപം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. തുളസിമണികളിൽ മഹാമന്ത്രം ജപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. കാരണം മന്ത്രം ജപിക്കുമ്പോൾ ശരീരത്തിലെയും മനസ്സിലെയും വിഷവസ്തുക്കൾ തുളസിമണികൾ ആഗിരണം ചെയ്യുകയും നിലംപരിശാക്കുകയും ചെയ്യുന്നു. 6 മാസത്തേക്ക് ദിവസവും 16 തവണ മഹാമന്ത്രം ജപിക്കുന്നത് ഹൃദയത്തിൽ സാധാരണയായിട്ട് സംഭവിക്കുന്ന വികാരങ്ങളുടെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. ജപം ആത്മാർത്ഥവും സദുദ്വേഷപരവുമാണെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും ഹൃദ്രോഗം വരില്ല. അതോടൊപ്പം തന്നെ നല്ല ഉറക്കം ലഭിക്കാനും തുടങ്ങും. ജോലി ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള ഊർജം ഗണ്യമായി വർദ്ധിക്കും. ഭഗവാൻ കൃഷ്ണന്റെ അപാരമായ കൃപയും ഇതിന് ലഭിക്കും. മഹാമന്ത്രം ജപിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ചിന്തയുടെ വ്യക്തത വികസിപ്പിക്കുകയും വ്യക്തിയുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് 100 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നതാണ്. വൈഷ്ണവ ഭക്തർ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ ഒരു കൽപ്പവൃക്ഷം അഥവാ ആഗ്രഹ സഫലീകരണ വൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന് ഭൗതിക വസ്തുക്കളെയും വൈകുണ്ഠത്തിന്റെ ആത്മീയ മണ്ഡലത്തെയും ആകർഷിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു മന്ത്രം ശുദ്ധി നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ പലർക്കും ഉണ്ടാകും. മഹാമന്ത്രം ആഗ്രഹ സഫലീകരണമാണ് എന്നതിനാലും യോഗ്യതയ്ക്ക് പ്രത്യേക നിയമങ്ങളൊന്നുമില്ലാത്തതിനാലും ശുദ്ധിയുള്ളതോ അശുദ്ധമായതോ ആയ അവസ്ഥയിലോ എന്ന വ്യത്യാസമില്ലാതെ ആർക്കും ഏത് സമയത്തും സ്ഥലത്തും മന്ത്രം ജപിക്കാം. സ്ത്രീകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ മന്ത്രം ജപിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ട് ഏത് സമയത്തും ഈ ഒരു മന്ത്രം ജപിക്കാം എന്നുള്ളത് ഈ ഒരു മന്ത്രത്തിന്റെ പ്രത്യേകത തന്നെയാണ്.
അപ്പോൾ സാധിക്കുന്നവർ ഈ ഒരു മന്ത്രം നിർബന്ധമായിട്ടും ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു മന്ത്രജപത്തിന് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.